സുഹൃത്തുക്കളെ, വടകരയുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ ശേഷം നമ്മൾ പലതവണ പോയ ഒരു മണ്ഡലമാണ് വടകര. അതിന് പല കാരണങ്ങളുമുണ്ട്. ഓരോ ദിവസവും മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് വടകരയെ ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. വടകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം, ഷാഫി പറമ്പിലിൻ്റെ വരവ് തന്നെയാണ്. കെ മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിൽ അവിടെ വരുന്നു. ഷാഫിയുടെ ലാൻഡിംഗ് വമ്പൻ പരിപാടിയാക്കി മാറ്റുന്ന UDF, അതുമൂലം ഉണ്ടാകുന്ന ആവേശം, വടകരയിൽ ഷാഫി ജയിച്ചു കഴിഞ്ഞു എന്ന് വിധി എഴുതുന്നു. അപ്പോഴാണ് ഈ UDFനുണ്ടായ അഡ്വാൻറ്റേജ് തിരിച്ചു പിടിക്കാൻ KK ശൈലജയെ മുൻനിർത്തി CPMൻ്റെ അതിഗംഭീര തിരിച്ചടി ഉണ്ടാകുന്നത്. നൈറ്റ് മാർച്ച് അടക്കം CA വിഷയത്തിൽ നടത്തി. വടകരയിൽ എത്ര ആൾ UDFന് കൂടിയോ അത്രയുമോ അതിനപ്പുറമോ ആളുകളെ കൂട്ടി തിരിച്ചടി നൽകുന്നു LDF. അങ്ങനെ ശൈലജ ടീച്ചർ വീണ്ടും ഒപ്പത്തിനൊപ്പം എത്തുന്നു, അല്ലെങ്കിൽ മുന്നിലേക്കൊക്കെ പോകുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവിടെയാണ് പിന്നീട് പലതരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടാകുന്നു. ശൈലജ ടീച്ചറിനെതിരായ സൈബർ ആക്രമണത്തിൽ അവർ പരാതി കൊടുക്കുന്നു. തിരിച്ച് ഷാഫി പറമ്പിൽ പല വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ പലതും നടക്കുന്നുണ്ട് അവിടെ. അതിനിടെ ചെമ്പട വിവാദം. ഷാഫി പോയ സ്ഥലത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന DYFI പ്രവർത്തകരെ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്, നേരെ വിഷയത്തിലേക്ക് വന്നാൽ, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വടകരയിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, ചെമ്പട വിഷയത്തിലടക്കം പല നെഗറ്റീവും അവിടെ നിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഇതാ അടുത്ത വിഷയം CPMൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനമാണ്. അതിൽ ഒരു CPM പ്രവർത്തകനടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം. അതായത് അതിൽ CPM പ്രവർത്തകരടക്കം പ്രതിസ്ഥാനത്ത് വരുന്നു. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം പ്രതിസ്ഥാനത്ത് വരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനാണ് CPM ബോംബുണ്ടാക്കുന്നത് എന്ന ചോദ്യവുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വരുന്നു. തങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല എന്ന മറുപടിയുമായി ശൈലജ ടീച്ചറും CPM ഒന്നാകെ രംഗത്ത് വരുന്നു. പക്ഷേ തൊട്ട് പിന്നാലെ ഈ പ്രവർത്തകർ, ഈ ശൈലജ ടീച്ചറിനൊപ്പം തന്നെ ഇവർ നിൽക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വരുന്നു. അത് പല കല്യാണ വീടുകളിൽ നിന്ന് എടുത്തതാണെന്ന് പറയുന്നു. പക്ഷേ അതിന് പിന്നാലെ CPMൻ്റെ പ്രാദേശിക നേതൃത്വം കൊല്ലപ്പെട്ട ആളുടെ വീട് തന്നെ സന്ദർശിക്കുന്ന സാഹചര്യം വരുന്നു. ഇതൊക്കെയാണ് വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലും CPMൻ്റെ ന്യായീകരണം വരുന്നു. മരണ വീടുകളിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ CPM നേതാക്കൾ, അതായത് DYFI നേതാക്കൾ, അവർക്ക് DYFIയുമായി പ്രാദേശിക തലത്തിൽ ബന്ധമുണ്ട്, പ്രാദേശിക നേതാക്കളാണെന്നൊക്കെ VK സനോജ് എന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അതിനും അപ്പുറത്തേക്ക് അവിടെ അങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ ഓടിയെത്തിയവരാണ് ഇവർ. അതായത് ഈ സംഭവവുമായിട്ട് അവർക്ക് ബന്ധമില്ല എന്ന് വരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം. യഥാർത്ഥത്തിൽ CPMൻ്റെ ഈ ക്യാപ്സ്യൂളുകൾ ജനം വിശ്വസിക്കുമോ എന്നുള്ളതാണ്. കാരണം ബോംബ് രാഷ്ട്രീയം കണ്ണൂരിലും ഒക്കെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. കേരളം കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യരെ വെട്ടി തുണ്ടം തുണ്ടമാക്കുന്ന കേരളം എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റെവിടെയും ഇത്രത്തോളം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പരസ്പരം ഉണ്ടാകുന്നവയാണ്. പലപ്പോഴും CPMും BJPയും SDPയും കോൺഗ്രസും വരെയും പ്രതിസ്ഥാനത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, അത് എതിരാളികൾക്ക് ആയുധമായി കൊടുക്കുകയായിരുന്നു CPM ഫലത്തിൽ ചെയ്തത് എന്നതാണ്. ഇതിൽ എത്ര ന്യായീകരിച്ചാലും തങ്ങൾ അതായത് CPM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു കേരളത്തിൽ, കഴിഞ്ഞ 7 കൊല്ലത്തിലധികമായി CPM ഭരിക്കുന്ന ഒരു കേരളത്തിൽ പോലീസ് നിരപരാധികളെ ആക്കി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയവും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇത്തരം അക്രമ സംഭവങ്ങളോട് ഉള്ള ബന്ധവും ഒക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ആ ജനങ്ങളോടാണ് നിങ്ങൾ വിശദീകരിക്കുകയും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം. അതുകൊണ്ട് ഈ ക്യാപ്സ്യൂളൊന്നും കേരളത്തിൽ എവിടെയും വില പോകില്ല. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയം, ഈ അക്രമ രാഷ്ട്രീയമൊക്കെ അടുത്തറിയാവുന്ന വടകരക്കാരുടെ അടുത്ത് വില പോകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വടകര എന്ന് പറയുമ്പോൾ ഓർക്കുക, TP ചന്ദ്രശേഖരൻ്റെ വടകര, ഒഞ്ചിയമുള്ള വടകര. ആ വടകരയിൽ ജനങ്ങൾക്കറിയാം അവിടെ അക്രമ രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രാധാന്യം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്
എന്നുള്ളത്. 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമയാണിന്ന് അവിടുത്തെ MLA. അതായത് CPMൻ്റെ ഉരുക്ക് കോട്ടയിൽ അവിടുത്തെ ജനങ്ങൾ CPMകാരെ തന്നെ അവർക്ക് വിമതരാകുകയും ഫലത്തിൽ അവിടെ പഞ്ചായത്തുകൾ ഭരണം പിടിക്കുന്ന ഒടുവിൽ MLA വരെ ആയിരിക്കുന്നു. അതായത് ജനങ്ങൾ അവിടെ രാഷ്ട്രീയമായി CPM ആയിരുന്ന മനുഷ്യർ തന്നെയാണ് ഈ RMP ഒക്കെയായി മാറിക്കൊണ്ട് ഇപ്പോൾ UDFൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ ആ രാഷ്ട്രീയത്തിൽ ഫലത്തിൽ TP വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ പ്രചരണം തുടങ്ങുകയും പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. അത് ഈ അടുത്ത കാലത്തെ TP കേസിൽ പ്രതികളുടെ അതായത് വെറുതെ വിട്ട പ്രതികളെപ്പോലും ഹൈക്കോടതി വിളിച്ചു വരുത്തി ശിക്ഷിക്കുന്ന സംഭവമൊക്കെ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക സമയത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായി ഇത്തരം വിധികളൊക്കെ വന്നത് അവിടുത്തെ CPMന് തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ ഈ സമയത്തും ഇത് വന്നത് തിരിച്ചടിയാകുന്നതിനിടെയാണ് വീണ്ടും ബോംബുണ്ടാക്കുകയും അല്ലെങ്കിൽ ബോംബ് രാഷ്ട്രീയവുമായി CPM രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അതായത് എത്ര കിട്ടിയാലും പഠിക്കില്ല, ജനങ്ങളുടെ ശിക്ഷാവിധി ജനങ്ങൾ എത്ര ശിക്ഷിച്ചാലും തങ്ങൾ പഠിക്കില്ല, തങ്ങൾ അക്രമ രാഷ്ട്രീയവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിളിച്ചു പറയുന്ന സംഭവമായി പോയി യഥാർത്ഥത്തിൽ കണ്ണൂരിലെ പാനൂരിലുണ്ടായത്. വടകരയിൽ ഫലത്തിൽ KK ശൈലജ എന്ന ഏറ്റവും ഇമേജുള്ള സ്ഥാനാർത്ഥിയുമായി CPM മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പലിനെ ഇറക്കി ചെക്ക് വെച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിനെ തറ പറ്റിച്ചുകൊണ്ട് വീണ്ടും KK ശൈലജ തന്നെ ഈ മണ്ഡലത്തിലൂടെ 2009 ശേഷം 2009 UDF വിജയിച്ച ശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ CPM കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് ആദ്യം ചെമ്പട പരിപാടിയുമായും ഇപ്പോൾ ബോംബ് നിർമ്മാണ പരിപാടിയുമായും CPM രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. അതായത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായും വടകരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയം, അതിനെതിരെ ജനം വിധി എഴുതാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എത്രത്തോളം ഇമേജുള്ള ഫലത്തിൽ KK ശൈലജ ടീച്ചറും ഈ സംഭവത്തിൽ നിന്ന് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് TP കേസിലാണെങ്കിലും അങ്ങനെയാണ്. കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ളവർക്ക് അതായത് ആ കേസിൽപ്പെട്ട പലർക്കും CPMുമായി ബന്ധമില്ലെന്നോ അല്ലെങ്കിൽ CPM പുറത്താക്കിയവരാണെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. ഏറ്റവും ഒടുവിൽ PK കുഞ്ഞനന്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയ യാത്രാമൊഴിയൊക്കെ കേരളം കണ്ടതാണ്. CPM എത്രത്തോളം ഇത്തരം സംഭവങ്ങളിലെ പ്രതികൾക്ക് വേണ്ടി വക്കീലന്മാരെ ഇറക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ കേസ് വാദിക്കാനും അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുമൊക്കെ ഇത്തരം പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കേരളം കണ്ടതാണ്. അവിടെ വടകര അതിനെതിരെ ജനവിധി എഴുതിയതുമാണ്. ആ ജനവിധി എഴുതിയ വടകര വീണ്ടും ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കാതെ പോകില്ല. അതാണ് വടകരയുടെ ശീലം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരല്പം എഡ്ജിൽ മുന്നോട്ട് പോയിരുന്ന KK ശൈലജ പല സർവേകളിലും ഏറ്റവും ഒടുവിൽ 24 ന്യൂസിൻ്റെ സർവേയിലടക്കം KK ശൈലജയ്ക്കാണ് അവിടെ സാധ്യത പറഞ്ഞിരുന്നത്. ആ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഫലത്തിൽ ചെമ്പട DYFI ടീം ശൈലജ ടീച്ചറെ തോൽപ്പിക്കുകയാണോ എന്ന് നമ്മൾ വീഡിയോയിൽ നേരത്തെ ചോദിച്ചതുപോലെ കണ്ണൂരിലെ പാനൂരിലെ DYFI പ്രവർത്തകർ അവർ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ പോയാൽ തോൽപ്പിക്കും എന്നല്ലാതെ എന്തുത്തരമാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും കനത്ത രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനായി കാത്തിരിക്കുക. എല്ലാ വിവരങ്ങളും ഓരോ സൂക്ഷ്മമായ വിഷയങ്ങളും നമ്മൾ പരിശോധിക്കും. നിങ്ങൾ തുടരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ചെയ്യുക. നന്ദി.